ഹലോ, ഞാൻ ലിബിൻ. അപ്പൊ ഞാൻ ഇപ്പൊ വന്നതേ, അതായത് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ പുതിയൊരു ബൈക്ക് എടുത്തു. ആ കാര്യം ആ അറിഞ്ഞിട്ടുണ്ടാവല്ലോ. അപ്പൊ പുതിയൊരു ബൈക്ക് എടുത്തിട്ട് എന്തായാലും സ്വിഗ്ഗി ഓടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ബൈക്ക് എടുത്തത്. അപ്പൊ ബൈക്ക് എടുത്ത ദിവസം തുടങ്ങി ഇന്നേ വരെ ഒരാഴ്ച 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 ഞാൻ നല്ലോണം വർക്ക് ചെയ്തു. അതായത് സ്വിഗ്ഗിയിലാണ് എന്റെ ഓട്ടം. അപ്പൊ സ്വിഗ്ഗിയിലാണ് ഞാൻ ജോലിയാണ്. അപ്പൊ ആ ജോലി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏണിങ്സ് എന്തായാലും കിട്ടൂല. കാരണം ഇതാണ് ഞാനെടുത്ത ബൈക്ക്, എഫ് സി ബൈക്ക്. കാരണം എനിക്ക് ഓൾറെഡി ഒരു എഫ് സി ഉണ്ടായിരുന്നു, ഒരു റെഡ് കളർ എഫ് സി. അതൊരു ആക്സിഡന്റില് ഈ പറഞ്ഞ വണ്ടി കൈമറിഞ്ഞു പോയതാ. കൈമറിഞ്ഞല്ല, ആക്സിഡന്റിൽ ഇടിച്ചു. പിന്നെ അതുകൊണ്ട് ഞാൻ നന്നാക്കി എടുക്കാൻ നിന്നില്ല, ഞാൻ നേരെ വിറ്റു. അങ്ങനെ ഉള്ള കാര്യമാണ്. കാരണം പിന്നെ നന്നാക്കി ഇടിച്ചൊരു വണ്ടി നന്നാക്കി എടുക്കുന്നത് എനിക്ക് എന്തായാലും യോജിക്കായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു വണ്ടി പോയി എടുത്തു. ഇത് വർഷം V4. വണ്ടിക്ക് മൈലേജ് കമ്പനി പറയുന്നതെന്ന് പറഞ്ഞാൽ 60ആണ്. എനിക്ക് ഓൾമോസ്റ്റ് 60 കൂടുതൽ കിട്ടണുണ്ട് എന്തായാലും. വണ്ടിയൊക്കെ കിട്ടില്ല വണ്ടി. അതായത് ത്രോട്ടില് കൊടുത്ത് കൈ കൊടുത്ത് പോകുമ്പോ ആ സ്പീഡ് മറ്റേ വണ്ടി കയറണതും ഒക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എന്തായാലും നല്ലൊരു വണ്ടി തന്നെയാണ്. അപ്പൊ ഈ വണ്ടി പിന്നെ ഈ കളർ എന്ന് പറഞ്ഞാൽ ഇത് മെറ്റാലിക് ഗ്രേ ആണ്. ഞാൻ അവിടെ പോയപ്പോ ഷോറൂമിൽ പോയപ്പോ ഈ കളർ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെ കളറ് തപ്പി പിടിക്കണമെങ്കിൽ പിന്നെയും കുറച്ച് ദിവസം കഴിയണമെന്ന് പറഞ്ഞു. കാരണം ഇതിൽ വേറെ കളറൊക്കെ വരുത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതുവരെ ക്ഷമിക്കാനുള്ള ഒരു ക്ഷമയില്ലാത്ത കാരണം ഞാൻ ഇത് തന്നെ ബുക്ക് ചെയ്തത്. കാരണം വണ്ടി ഇപ്പൊ ഏതായാലും നമുക്ക് കുഴപ്പമില്ല, കളർ ഇപ്പൊ ഏതായാലും കുഴപ്പമില്ല, വണ്ടിയുടെ പെർഫോമൻസ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ തീർത്തു. പിന്നെ അത് കഴിഞ്ഞ് സ്വിഗ്ഗിയുടെ ഓട്ടം എന്ന് പറഞ്ഞാൽ അറിയാലോ, നല്ലോണം വർക്ക് ചെയ്താൽ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് സ്വിഗ്ഗി. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ സ്വിഗ്ഗിയിൽ ഓടിയിട്ട് ഈ കാണുന്നതാണ് എന്റെ സാലറി. അതായത് ഒരാഴ്ച സ്വിഗ്ഗി ഓടി 13,055. ഇതാണ് കഴിഞ്ഞ ഒരാഴ്ചത്തെ എന്റെ സാലറി, 13,055. ഞായറാഴ്ച ഞാൻ അതായത് ഇന്നലെ 2,237 ഓടി. അതേപോലെ തന്നെ ശനിയാഴ്ച ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഒരു 1,500 മീത് ഓടാൻ നോക്കിയിട്ട് ആകെ ഈ ബുധനാഴ്ച മാത്രം ഒരു 1,358 അതിലൊതുങ്ങിപ്പോയി. അതെന്ന് ഓടായിരുന്നു, സമയം കിട്ടിയില്ല ഞാൻ നിർത്തി. എന്തായാലും ഇത് മതി. ഇങ്ങനെ ഒരു പേയ്മെന്റ് പേ ഔട്ട് നമുക്ക് അക്കൗണ്ടിൽ കയറുമ്പോ എന്തായാലും സന്തോഷം തന്നെയാണ്. 13,055 എന്റെ ഒരാഴ്ചത്തെ സ്വിഗ്ഗിയിലെ സാലറിയാണ് 13,055. ഇപ്പൊ ഇത് കണ്ട് പലർക്കും സ്വിഗ്ഗിയിലേക്ക് ഇറങ്ങാമെന്ന് ആഗ്രഹമല്ല, സ്വിഗ്ഗിയില് ഇപ്പൊ ജോലിയും കൂലി ഇല്ലാണ്ടിരിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് പണിയാണ് ഈ സ്വിഗ്ഗി. ഇതേപോലത്തെ ഫുഡ് ഡെലിവറി ഓപ്ഷൻസ്. കാരണം കയ്യിൽ നിറയെ പൈസയും കിട്ടുന്നുണ്ട്, പണിയെടുത്താൽ പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ല, ഇതൊക്കെ പറയാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്തത്. സ്വിഗ്ഗി എന്ന് പറഞ്ഞ ഈ സ്വിഗ്ഗിയിലെ ഡെലിവറി ജോബ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നേ വരെ മടുക്കാത്തൊരു ജോലിയാണ്. കാരണം ഞാൻ ഓൾമോസ്റ്റ് ഒരു 8 കൊല്ലമായി സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇതുവരെ എനിക്ക് ഒരു തരത്തിലുള്ള ഒരു മടുപ്പോ കാര്യങ്ങളോ എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്വിഗ്ഗി ജോലിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് മുകളില് നമ്മളെ ഭരിക്കാൻ ഒരാളുണ്ടാവില്ല. അതാണ് സ്വിഗ്ഗിയുടെ ഈ ജോലിയുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് വർക്ക് ചെയ്യാൻ പൈസ ഉണ്ടാക്കാം. ഇതന്നെ പരിപാടി. അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോ വർക്ക് ചെയ്യാം, ആവശ്യമില്ലാത്തപ്പോ നമുക്ക് ലോഗൗട്ട് ചെയ്ത് വേറെ ഇതിനൊക്കെ ചെയ്യാം. അതാണ് ഈ ജോലിയുടെ ഗുണം. നമ്മളെ മുകളില് നമ്മളെ ഭരിക്കാൻ ഒരാളുണ്ടാവില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാൻ. അപ്പൊ ഇനിയൊക്കെ കാണാം ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട്. ശരി.